കപ്പം വെളുപ്പിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പ്രശസ്ത നടിയാണ് ശ്രീമതി ശ്വേതാ മേനോൻ. ശ്വേതാ മേനോനെതിരെ മാർട്ടിൻ മേനാച്ചേരി എന്ന ഒരാൾ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകി. അവർ അഭിനയിച്ച പല ഗ്ലാമറസ് രംഗങ്ങളും IT ആക്ട് പ്രകാരം വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. 156(3) അനുസരിച്ചിട്ട് IPC 156(3) അനുസരിച്ചിട്ട് ഒരാൾ കൊടുക്കുന്ന പരാതിയിൽ, മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്ന പരാതിയിൽ അന്വേഷിച്ച് കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കേസ് എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നത് അവർക്കെതിരെ കേസെടുത്തു എന്നാണ്. കേസ് അവർ ചാർജ് ചെയ്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല. FIR ഇടാതെ ഒരു കേസ് കോടതിയിൽ, FIR ഇടാത്ത ഒരു പൗരന്റെ പരാതി കോടതിയിൽ, ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതി ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ SHOയ്ക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ച് ഇതിൻ്റെ വസ്തുത നോക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ FIR ഇടാൻ പറയാം. അദ്ദേഹത്തിന് FIR ഇടാം, അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കേസ് എഴുതി തള്ളാം. ഇതൊന്നും നമുക്ക് പത്രമാധ്യമങ്ങളുടെ ഇടയ്ക്ക് വരത്തില്ല. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായിട്ട് ഈ 15-ാം തീയതി നടക്കുന്ന ഇലക്ഷന് മുമ്പായിട്ട് ഈ കേസ് വന്ന സ്ഥിതിക്ക് എന്തായാലും 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ കേസിൻ്റെ അന്വേഷണം തീരാനൊന്നും പോകുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഇവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉള്ള ഒരു നിഴലായിട്ട്, അല്ലെങ്കിൽ ഒരു മറയാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ശ്രീ ദേവനാണ്, രാഷ്ട്രീയ പ്രവർത്തനൊക്കെയാണ്, ശ്രീ ദേവനാണ് ഈ ശ്വേതാ മേനോനെതിരായിട്ട് മത്സരിക്കുന്നത്. അവര് അഭിനയിച്ച പല സിനിമകൾ, ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യം, ഇതൊക്കെ കുറച്ച് ഗ്ലാമറസ് ആണ്. പക്ഷെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലാത്ത നമ്മുടെ പരമ്പരാഗത മീഡിയകളിൽ കൂടെയും സെൻസർ പ്രകാരം വന്ന് പ്രദർശിപ്പിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും നടുക്ക് ഇപ്പോഴെങ്ങനെയാണ് അതിനകത്തൊരു അശ്ലീലം കണ്ടതെന്നും അതൊരു പൊതുപരാതിയായിട്ട് കോടതിയിൽ എത്തിയതെന്നും അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിക്ക് അന്വേഷിക്കണമെന്ന് പറയേണ്ട ബാധ്യത കോടതിക്കുണ്ട്. അതുകൊണ്ട് കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷേ മീഡിയയിലെല്ലാം ഹൈപ്പ് കൊടുക്കുന്നത് ശ്വേതാ മേനോനെതിരായിട്ട് കേസെടുത്തു. അവർക്കെതിരായിട്ട് ഒരു കേസും എടുത്തില്ല. കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോടതി അവിടുത്തെ SHOയ്ക്ക് നിർദ്ദേശം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർ രതിനിർവേദം, കളിമണ്ണ്, അങ്ങനെ പാലേരി മാണിക്യം, അങ്ങനെ ചില സിനിമകളിൽ അവരുടെ ഗ്ലാമറസ് ആയിട്ടുണ്ട്. അത് അക്സെപ്റ്റഡ് ആണ്. അത് അവർക്ക് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾ ഓടിയ സിനിമയിൽ അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് ഇതിനു മുമ്പേ കേസെടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പരാതി എറണാകുളം കോടതിയിൽ വന്നത്, അത് CJM കോടതിയിലാണ് പോയിരിക്കുന്നത്. ആ CJM കോടതിയിൽ പോയിരിക്കുന്ന പരാതിയുടെ പുറത്ത് കൃത്യമായിട്ട് ദുരുദ്ദേശമുണ്ട്. ശ്വേതാ മേനോൻ എന്ന വ്യക്തി ഈ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടാൻ കാര്യം, ഒരു ജോയിന്റ് സെക്രട്ടറി ഓൾറെഡി ഒരു പെൺകുട്ടിയാണ്, ഓൾറെഡി അവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീകളാണ് മത്സരിക്കുന്നത്. മൊത്തത്തിൽ ഒരു സ്ത്രീകളുടെ ഒരു ഭരണസമിതി ഉണ്ടാവുമെന്നുള്ള ഒരു ഭയത്തിൽ ചിലർ കാണിക്കുന്ന കുൽസിത ശ്രമങ്ങളാണ്. ഇതിനെ നമ്മൾ ജനങ്ങളുടെ മുമ്പ് നമുക്ക് കൊണ്ടുവരണം. ശ്വേതാ മേനോൻ ജയിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണെങ്കിൽ അവർ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.